ഹലോ നമസ്കാരം, ഞാൻ രാഹുൽ. ഇന്നൊരു ക്ഷമ വെച്ചുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത്. വേറെ ഒന്നുമല്ല, ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണം വിചാരിച്ചിട്ട് നടന്നില്ല. വെൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിന് ആകെ പണി കിട്ടി. അപ്പോൾ ഒരു ഐഡിയ തരികയാണ്, ഡീറ്റെയിൽ ആയിട്ട് ഒരു ഐഡിയ തരിക എന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എങ്ങനെ ഒരു ക്രാഷ് ഗാർഡ് സെറ്റ് ചെയ്യാം, എങ്ങനെ ഒരു ക്രാഷ് ഗാർഡിൻ്റെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞു തരിക, അത്രേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു കുറച്ച് വിഷമമുണ്ട്. പക്ഷേ നമുക്ക് അതിന് പകരം അടുത്ത വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാം. ഓക്സിലറി ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ക്ഷമിച്ച് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ അവസ്ഥ അതായിപ്പോയി. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ബുധനാഴ്ചയാണ് ഞങ്ങൾ സാധനങ്ങൾ പോയി മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച രാത്രി കൊണ്ട് ഞങ്ങൾ ഇരുന്ന് ഫുള്ള് പണിയും തീർത്തിട്ടുണ്ട്. ഇതാണിപ്പോൾ ക്രാഷ് ഗാർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇത് പെർമനൻ്റ് ആയിട്ട് എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കണ്ടാൽ പോലീസ് വെക്കുന്നു 100% ഉറപ്പാണ്. ഞാനാണെങ്കിൽ തൃശ്ശൂരിലൊക്കെ വർക്കിന് പോകുന്ന ആളാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ അത്യാവശ്യം ഇവിടെ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. ഇതൊന്നും ഞാൻ അധികം യൂസ് ചെയ്യുമോ തന്നെ ഡൗട്ടാണ്. പിന്നെ അത്യാവശ്യ ഘട്ടത്തിലൊക്കെ ചെയ്യുമ്പോൾ വണ്ടിക്ക് സേഫ്റ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തപ്പോൾ ഞാൻ പകരം വെക്കാൻ വേറൊരു ക്രാഷ് ഗാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ക്ലാമ്പൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ സ്റ്റോക്കായിട്ടുള്ള ക്രാഷ് ഗാർഡിൽ തന്നെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് വെൽഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഈ ഫ്രെയിം മാത്രമേ ഞങ്ങൾ ചെയ്തതുള്ളൂ. അത് ഒരു ബോൾട്ട് വരുന്നത് ബാക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഭാഗത്തായിട്ടാണ്. മാസ്റ്റർ സിലിണ്ടർ അല്ല, കണ്ടെയ്നറിൽ കൊടുക്കുന്ന ബോൾട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോക്കായിട്ടുള്ളതിൽ വരുന്നതിൻ്റെ ഒരു ആക്സിലിനേറ്റിലൂടെ പിന്നെ 2 സൈഡിലും ഇട്ടാണ് ക്ലാമ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ബോൾട്ടാണ് മൊത്തം വരുന്നത്. പിന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളും ഞാൻ ആദ്യം വരച്ച് നോക്കുകയാണ് ചെയ്തത്. എന്നിട്ട് വന്നിട്ട് നമ്മൾ വണ്ടി വെച്ച് അളന്ന് നോക്കുക. ഇത് ഈ വണ്ടിയുടെ 2 സൈഡിലും ഒരു ഫോട്ടോ എടുക്കുക. ഞാൻ അതാ ചെയ്തിരിക്കുന്നത്. 2 സൈഡിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അവിടെ കാണുന്ന ബോൾട്ടുകൾ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ഒരു ഡിസൈൻ നമ്മൾ ഒരു പാറ്റേൺ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ ചെയ്താൽ, അല്ലാണ്ട് ബുക്കിൽ വരയ്ക്കാനൊന്നുമില്ല. ജസ്റ്റ് ലൈൻ ചെയ്യണ പോലത്തെ ഞാൻ ഡയറക്റ്റ് എഡിറ്ററിൽ യൂസ് ചെയ്തിട്ട് ഒരു ലൈൻ ഇടും. ലൈൻ ഇട്ടിട്ട് അതിനൊരു പാറ്റേൺ ആക്കി മാറ്റുന്നത്. അതിൻ്റെ ഡിസൈനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതും ചെറിയൊരു പണി പാടി ഞങ്ങൾ ഇവിടെ നിന്ന് ഒരെണ്ണം ക്രോസും കൊടുക്കണം എന്ന് വിചാരിച്ച. പക്ഷേ ക്രോസ് കൊടുത്താൽ ഈ ഓയിൽ കൂളറിലേക്ക് പോണ പൈപ്പ് തട്ടുണ്ട്. അപ്പോൾ അത് കാരണം അത് കട്ട് ചെയ്ത് ഒഴിവാക്കി. പിന്നെ ഈ സൈഡിൽ അത് ഉണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊന്നും ഞാൻ പുറത്തേക്ക് അധികം എടുത്ത് പോകാത്ത കാരണം പരമാവധി സേഫ്റ്റിയാണ് അതൊക്കെ വെക്കുമ്പോൾ. പിന്നെ അവിടെ ഇരുന്നോട്ടെ, ഇപ്പം ഞാനല്ലേ കാണുന്നുള്ളൂ. ഞാൻ അത്യാവശ്യം ഞായറാഴ്ച മാത്രം ഒരു 2 ആഴ്ചയിലൊക്കെയാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ട് ഇവിടെ പ്രാക്ടീസിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ യൂസ് ചെയ്യാൻ മാത്രമായിട്ട് ചെയ്താണ്. പിന്നെ മൊത്തം ക്രാഷ് ഗാർഡ് സെറ്റ് ചെയ്തതിന് എനിക്ക് വന്ന ചിലവ് വെറും 800 രൂപയുടെ അടുത്താണ്. അതും ഞാൻ വാടകയ്ക്ക് മെഷീൻ എടുത്തു. വെൽഡ് ചെയ്യാൻ അത്യാവശ്യം ചെറിയ പണിക്ക് ചെറിയ വെൽഡിങ്ങൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് മുന്നേ. അല്ലാതെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വെൽഡറൊന്നും അല്ല, ഞാൻ വേറെ വർക്കിനാണ് പോണത്. അപ്പോൾ അത് വെച്ച് ചെയ്തിട്ട് ഇപ്പോൾ കണ്ണട ഇട്ട് നിൽക്കണതിൻ്റെ ഉദ്ദേശം തന്നെ കണ്ണിനാകെ പണി കിട്ടി. 2 ദിവസം കണ്ണ് തുറക്കാൻ പറ്റില്ലായിരുന്നില്ല, അത്രയും ബുദ്ധിമുട്ടായി. ഞാൻ വെൽഡിങ് ചെയ്ത് നോക്കാൻ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും അവരെ കൊണ്ട് പറഞ്ഞ് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. നമുക്കായിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. നല്ല പണി കിട്ടി കണ്ണിന്. അപ്പോൾ കൂട്ടുകാരന്മാരാരെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ, കൂട്ടുകാരന്മാരാരെങ്കിലും വെൽഡറായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കൂട്ടുക. അല്ലാത്തവർ ഡയറക്റ്റ് ആലയിൽ എവിടെയെങ്കിലും കൊണ്ടുകൊടുത്ത് ചെയ്യാന്നല്ലാതെ ഇത് പറ്റില്ല. പിന്നെ 2 ദിവസം നല്ല ബുദ്ധിമുട്ടണം. അതിന് നല്ലത് ഇപ്പം ഈ 800 രൂപ എനിക്ക് ചിലവ് വന്നത് ഒരു ഏകദേശം ഒരു 1200-1300 രൂപയെ വരുള്ളൂ ഇങ്ങനത്തെ ഒരു ക്രാഷ് ഗാർഡ് സെറ്റ് ചെയ്യാൻ. ഞാൻ ഓൺലൈനിൽ നോക്കുമ്പോൾ 3000 മുതൽ മുകളിലേക്കാണ് ഇപ്പോൾ ഈ വണ്ടിയുടെയൊക്കെ ക്രാഷ് ഗാർഡ് വരുന്നത്. ഇതിപ്പോൾ ഹാൻഡിലാണെങ്കിലും ഒരുവിധം പ്രൊട്ടക്ഷനാണ് ഇവിടെ നിന്ന് വരുന്ന ഇത്രയും ഭാഗമല്ലേ. അതുകൊണ്ട് തന്നെ ഇത് പുറത്തേക്ക് വെച്ച് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ പരമാവധി ചെയ്ത കാരണം വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല ഇനിയിപ്പോൾ. അപ്പോൾ ചെയ്യണവർക്ക് എളുപ്പമായിട്ട് ഞാൻ ഇതാപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ വീഡിയോയിൽ ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം സൈഡിൽ ആഡ് ചെയ്യാം. അത് ഞാൻ വരച്ചത്. അതേപോലെ എല്ലാ വണ്ടികളും ഒരു ഫോട്ടോ എടുത്ത് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ആ പ്ലാനൊന്ന് കൊണ്ടുപോയി നിങ്ങൾ കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഇത് 3/4 ഇഞ്ചിൻ്റെ GI പൈപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഒരു ഫുൾ ലെങ്ത്തിന് തൂക്കത്തിനാണ് വില. പക്ഷേ എനിക്ക് ഒരു ഫുൾ ലെങ്ത് എടുത്തപ്പോൾ 460 രൂപ എന്തായി. അതിൽ ഒരു 6-7 അടി ബാക്കി ഇനി ഇരിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഒറിജിനൽ ക്രാഷ് ഗാർഡ് ഒഴിവാക്കിയത് അതൊരു വീഴ്ച വീണപ്പോൾ ചെറിയൊരു ബെൻഡ് വന്നിട്ടുണ്ടായിരുന്നു മുന്നേ വീണപ്പോൾ. അപ്പോൾ വേറെ ഒന്നിനൊന്നും പറ്റിയില്ല. ഇവിടെ ഒന്നും പറ്റില്ല. ഇവിടെ ചെറുതായിട്ടൊരു വരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സൈഡും ഞെണിങ്ങിണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തത് അതുകൊണ്ടാണ്. അല്ലാതെ വേറെ കുഴപ്പമുണ്ടായിട്ടില്ല.
അപ്പം ഞാൻ പകരം ഒന്ന് വെച്ചിട്ടുണ്ട്, അതിന് കാണിച്ചത്. അപ്പോൾ ഞാൻ സ്റ്റോക്ക് ക്രാഷ് ഗാർഡ് കട്ട് ചെയ്തിട്ടാണ് അതിലേക്ക് ക്ലാമ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് കാരണം ഞാൻ ഒന്നാമത് അത് ഞെണിഞ്ഞിട്ട് ആകെ കൂടിയിട്ട് ചളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വീഴ്ച വീണപ്പോൾ ജസ്റ്റ് വെറുതെ വെച്ചോളൂ, പക്ഷെ അപ്പോഴേക്കും അതിൻ്റെ ഉള്ളിലേക്കായി. അപ്പോൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയപ്പോൾ പകരം ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒരു ബാറും അറ്റത്തൊരു ഇങ്ങനെ ഒരു പൈപ്പും വെച്ച് കൊടുത്തിട്ട് വെൽഡ് ചെയ്തതാണിത്. ഇതിൻ്റെ അറ്റത്ത് ഇതിൻ്റെ ഉള്ളിൽ ഒരു പട്ടുണ്ട്, ക്രാഷ് ഗാർഡിൻ്റെ അല്ല ഈ പൈപ്പിൻ്റെ ഉള്ളിൽ ഒരു പട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം അത്രയും ബലം വരാൻ. ആ പട്ടയിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ മോൾ ഭാഗത്തും താഴ്ഭാഗത്തുമായിട്ട് ഒരു ലൈറ്റ് വെക്കാനാണ് പ്ലാന്. നമ്മൾ ഈ ബാറനിലൊക്കെ കണ്ടിട്ടില്ലേ, റോയൽ എൻഫീൽഡിൻ്റെ ഒക്കെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു നീലയോ വൈറ്റോ ഏതെങ്കിലും കളർ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ആംബിയൻ ലൈറ്റ് പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്ത് ഇങ്ങനെ ഓപ്പണിങ്. പിന്നെ ഇതിലൊക്കെ 2 ക്രാഷ് ഗാർഡിലും ബ്ലാക്ക് കയറ് ചുറ്റാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ തന്നെ വേണം എനിക്ക് ഓക്സിലറി ലൈറ്റാണ് അടുത്ത വീഡിയോയും വരാൻ പോകുന്നത്. അത് വെക്കണമെങ്കിലും ഇതിൽ തന്നെയാണ് വെക്കുന്നത്, കാരണം സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പണി വിടും. അപ്പോൾ ക്ലിപ്പ് ഓണായിട്ടുള്ള, അതായത് ജസ്റ്റ് ഒരു ക്ലിപ്പ് കൊടുക്കണ പോലെ അത് കണക്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റുന്ന പോലെ ഒരു ഓക്സിലറി ലൈറ്റ് ഇതിൽ വെക്കണം. അത് വെക്കാൻ വെച്ചിട്ടാണ് എനിക്ക് കൂടുതൽ പണികൾക്കും അല്ലെങ്കിൽ ദൂരത്തേക്കൊക്കെ പോകുമ്പോൾ പോലീസ് പിടിക്കാർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെറുതെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള വെച്ചിട്ടുള്ളത്. ഇതിലാണ് ഞാൻ വരാൻ പോകുന്നത്. അതാണ് അടുത്ത വീഡിയോ. പിന്നെ ആരും വെൽഡിങ് കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു അറിയുന്ന ഒരാൾക്ക് ഞാൻ എങ്ങനെ വരച്ചത് എന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ വരയ്ക്കുക. അവർ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് മോഡൽ. അപ്പോൾ നിങ്ങൾ ഏത് നെറ്റ് ബോൾട്ടിൽ വേണം അതിന് നിർത്താൻ എന്ന് പറഞ്ഞിട്ട് പൈപ്പും കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് അളന്ന് കറക്റ്റ് സെറ്റ് ചെയ്ത് തരും. അതിനൊരു 700 രൂപയാവുക എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു 350 രൂപയുടെ അടുത്തേ വരുള്ളൂ ഇതിൻ്റെ GI പൈപ്പിന് 3/4 ഇഞ്ചിൻ്റെ. അപ്പോൾ ആ പൈപ്പും കൂടി ആയാലും എങ്ങനെ പോയാലും ഒരു 1200 ഉള്ളിൽ എങ്ങനെ പോയാലും വരുള്ളൂ. പിന്നെ വേറെ ഒന്നും ഇതിലേക്ക് വരാനുമില്ല. ഈ പെയിൻറ്റ് ഞാൻ നോർമൽ എനാമൽ അടിച്ചാണ്. നോർമൽ ഒരു മാറ്റ് എനാമലാണ് ഞാൻ ചേർത്തത്, പക്ഷേ ഇത് ഗ്ലോസി ആയിരുന്നു, ബോക്സ് മാറി വരുന്നുണ്ട്. നോർമൽ എനാമൽ ഞാൻ കൈ കൊണ്ട് ബ്രഷ് കൊണ്ട് തന്നെയാണ് ചെയ്തത്. ഇനി വെറുതെ റോപ്പ് ചുറ്റുമ്പോൾ സിൽവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരും ചെയ്യണ്ട, ഞാൻ പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യണ്ട. ഞാൻ നല്ല പെട്ട്. അപ്പോൾ അതാണ് വീഡിയോ ഇത്ര ലേറ്റ് ആയത്. നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റാത്തത് എന്നെ 2 മണിക്കൂർ 3 മണിക്കൂർ യൂസ് ചെയ്തപ്പോഴേക്കും എൻ്റെ കണ്ണിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ എനിക്ക് കണ്ണ് തുറക്കാനേ പറ്റാതെ ഞാൻ വീഡിയോ എടുക്കില്ല ആയിട്ട് ഞാൻ ചെയ്യണ കുറച്ച് ഭാഗം, ഫസ്റ്റത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോ, പിന്നെ അവസാനത്തെ കുറച്ച് ഭാഗം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ തന്നെ വെച്ചത്, പക്ഷേ ഞാനും അനിയനും കൂടി ചെയ്തിട്ട് അനിയനായി അവസാനം ചെയ്യൽ എനിക്ക് വയ്യാണ്ട്. അപ്പോൾ പിന്നെ അവൻ്റെ വീഡിയോ അങ്ങനെ എടുത്തില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ റേറ്റും കാര്യങ്ങളും, ചെയ്യാൻ എന്ത് ചിലവ് വരും എന്ന് അറിയിക്കണം മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചതാണ്. ഇതിപ്പോൾ മാക്സിമം ഞാനൊരു 6-7 മിനിറ്റിനുള്ളിൽ ഒതുക്കാൻ ശ്രമിക്കാം. കാരണം ഇതിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ എങ്ങനെ ചെയ്തു, എന്തൊക്കെ ചിലവ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും ഞാനിത് വെക്കുന്നുണ്ട്, ഓക്സിലറി ലൈറ്റാണ്. അത് ഒരു അടുത്ത ബുധനോ, അപ്പോൾ ഇത് നാളെ അപ്ലോഡാവും, നാളെ ശനിയാഴ്ച ആയിട്ട് അപ്ലോഡാവും. ഞാൻ അടുത്ത ഞായർ കഴിഞ്ഞുള്ള ബുധൻ വരുന്നിടത്ത് വീഡിയോ ഒക്കെ, ബുധനോ അല്ലെങ്കിൽ അടുത്ത 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം എൻ്റെ വർക്ക് ഞാൻ പിന്നെ ഇനിയിപ്പോൾ കയറാൻ പോകുന്ന പണിക്ക്. നാളെ കയറി കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച തന്നെ മാത്രമായിരിക്കും ചെയ്തു. അപ്പോൾ അതിന് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ.